ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗാണ്. ആക്ച്വലി ഞാൻ ഷോർട്ട് വീഡിയോസിന് എടുത്തു വെച്ച ക്ലിപ്സ് ആയിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തൊക്കെയപ്പം കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പം ഞാൻ കരുതി കുഞ്ഞൊരു വ്ളോഗാക്കി പോസ്റ്റ് ചെയ്യാമെന്ന്. നമ്മൾ ഈ വട്ടം ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നത് റിലയൻസ് മാളിലായിരുന്നു. നമ്മൾ പണ്ടൊക്കെ സ്ഥിരം റിലയൻസിൽ നിന്ന് തന്നെയായിരുന്നു സാധനം എടുക്കാറ്. പക്ഷേ ഇപ്പം നമ്മുടെ അടുത്ത് വേറെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കാറ്. പക്ഷേ ഈ വട്ടം കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി നമുക്ക് ഈ വട്ടം റിലയൻസിൽ പോകാം. നമ്മളൊരു എയർപോർട്ട് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി വീട്ടിൽ വന്ന് കുളിച്ച് ഇതാ ഷോപ്പിങ്ങിന് പോയി. വിഷു ടൈം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ സ്മാർട്ട് ബസാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. നമ്മുടെ അടുത്ത് 2-3 സൂപ്പർ മാർക്കറ്റ് പുതിയത് വന്നതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് വരുന്നേ ഇല്ലായിരുന്നു. ആക്ച്വലി ഇവിടെ വന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മൈൻഡ് ചെയ്യാതെ കണ്ണ് വേറെ സ്ഥലത്തേക്ക് പോകും. പ്രത്യേകിച്ച് ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഓഫർ പ്രൈസൊക്കെ കാണും. ഞാൻ മിക്കവാറും സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും ഓഫർ കാണില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എന്തായാലും ഇത്രയിടം വരെ വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് 2-3 ടോപ്പിലൊക്കെ പിടിച്ചു. ചേട്ടൻ പറഞ്ഞതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്താൽ പോരേന്ന്. പക്ഷെ സമ്മതിച്ചില്ല. ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വലുതായിട്ടൊന്നും കണ്ടില്ല. പിന്നെ 2-3 ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് കരുതി. അങ്ങനെ എന്നാലും എനിക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം നേരം അവിടെയൊക്കെ പരതി. എന്നിട്ട് 2-3 ട്രയൽ ചെയ്യാമെന്ന് കരുതി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിലെനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഉദ്ദേശിച്ച പോലുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മേ ബി തീർന്നതായിരിക്കും. നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മൾ കറക്റ്റ് ആ വിഷു ടൈമിൽ വച്ചിരുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞതാവും. അങ്ങനെ ഞാൻ എന്തായാലും 2 ടീഷർട്ടും ഒരു ടോപ്പൊക്കെ എടുത്ത് ട്രയൽ ചെയ്യാൻ പോയി. ഇതായിരുന്നു. ഇതെനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടനും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കളർ, ഓറഞ്ച് കളർ എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി ഓറഞ്ച് ഒരു ടോപ്പ് എടുക്കാമെന്ന്. ഇത് ചേട്ടനോട് ചോദിച്ചപ്പോഴും ചേട്ടനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓറഞ്ച് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ഇട്ട പോലത്തെ തന്നെ ഒരു ടോപ്പിൻ്റെ വേറൊരു കളറും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടപ്പം എനിക്ക് കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടില്ല. അതായിരുന്നു ഈ ബ്ലൂ എനിക്ക് കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഒത്തിരി ഫെയർ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് കളേഴ്സ് ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡാർക്ക് കളേഴ്സാണ് സെലക്ട് ചെയ്യാറ്. അങ്ങനെ അവിടുന്ന് 2 ടോപ്പൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലേക്കൊക്കെ പോയി. ഇപ്രാവശ്യം നമ്മൾ കുറേ നാളായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലമൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ ഇവിടെ നിന്നൊക്കെയുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവിടെ ബാറ്റൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഒന്ന് രോഹിത് ശർമ്മ ആയതാണ്. അങ്ങനെ ബാറ്റൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പർച്ചേസിങ് നടത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ ആവശ്യം ആട്ടയാണ്. അത് നമ്മളെപ്പോഴും 10 കിലോയുടെ ആട്ടയായിരിക്കും വാങ്ങിക്കാറ്. സ്ഥിരം നമ്മൾ ആശീർവാദിൻ്റെ ആട്ടയാണ് വാങ്ങിക്കാറ്. ഈ വട്ടം നമ്മൾ ഗുഡ് ലൈഫിൻ്റെ ആട്ടയാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ല കേട്ടോ, നല്ല ആട്ടയാണ്. പിന്നെ പഞ്ചസാര, അങ്ങനത്തെ കുറേ ഐറ്റംസ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ടോപ്പ് മാത്രമേ ഓർമ്മയുള്ളൂ. വീട്ടിലേക്ക് വേണ്ട കുറച്ച് കടല, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഉഴുന്ന്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും. മെയിനായിട്ട് നമ്മൾ ആട്ട, പഞ്ചസാര, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പം പ്യൂരിഫയറിൻ്റെ കുറച്ച് ആൾക്കാരെ കണ്ടു. അവർ നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗ്. പിന്നെ നമ്മുടെ വണ്ടി കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ ഓട്ടത്തിലാണ്. പിന്നെ പുള്ളിയെ ഒന്ന് കുളിപ്പിച്ചു. പുള്ളിക്കും ഒരു റീഫ്രഷ്മെൻ്റൊക്കെ വേണ്ടേ. കാര്യമായിട്ട് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ഓടുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരനെ നമ്മളൊന്ന് കുളിപ്പിച്ചിങ്ങനെ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്സാണ്. അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.